2009 റിയൽ മാഡ്രിഡ് അവരുടെ പുതിയ താരങ്ങളെ ആരാധകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി. യുണൈറ്റഡിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയും AC മിലാനിൽ നിന്ന് കക്കയും എത്തിയപ്പോൾ സാന്തിയാഗോ ബെർണാബ്യു ആവേശക്കടലായി മാറി. എന്നാൽ ഇതൊന്നുമില്ലാതെ ലയണിൽ നിന്ന് വന്ന ബെൻസെമ റിയൽ മാഡ്രിഡിലെത്തുമ്പോൾ ആരാധകരിൽ പലർക്കും പ്രതീക്ഷകളുണ്ടായിരുന്നില്ല. എന്നാൽ ബെൻസെമ എന്നത് പിന്നീട് റിയൽ മാഡ്രിഡിന്റെ നെടുന്തൂണായി മാറുന്ന കാഴ്ചയാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. 2018 ക്രിസ്ത്യാനോ റയൽ വിടുമ്പോൾ റിയൽ മാഡ്രിഡിന്റെ അവസാനമാവുകയാണെന്ന് കരുതിയവർക്ക് തെറ്റി. അന്ന് റിയൽ മാഡ്രിഡ് പൊരുതി ജയിക്കുമ്പോൾ അവൻ സകലതും നൽകി. റയലിനായി ഗോളടിച്ചും ഗോളടുപ്പിച്ചും ബെൻസെമ മുന്നേറി. 2022 ഫുട്ബോൾ ലോകം അയാൾക്ക് ബാലൻ ഡിയോർ എന്ന ബഹുമതി നൽകുമ്പോൾ അത് അയാൾ പൊരുതി നേടിയ വിജയത്തിന്റെ അടയാളമായി മാറി. 2023 റയൽ വിട്ട ബെൻസെമ സൗദി ക്ലബ്ബായ അൽ ഇത്തിഹാദിൽ ചേർന്നു. ക്ലബ്ബുകളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുമ്പോഴും രാജ്യത്തിനായി കളിക്കുന്നതിൽ പലപ്പോഴും അയാൾ തഴയപ്പെട്ടു. അതിലൊന്നും തളരാതെ അയാൾ ഉയർത്തെഴുന്നേറ്റു. ഒരിക്കൽ ഫുട്ബോൾ ഇതിഹാസ താരം സിനദിൻ സിദാൻ ബെൻസെമയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ: നിങ്ങൾ ബെൻസെമയെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഫുട്ബോളും ഇഷ്ടപ്പെടുന്നില്ല. ബെൻസെമ എന്നത് ഫുട്ബോളിൽ മറക്കാനാവാത്ത ഒരു മുഖമായി മാറിക്കഴിഞ്ഞു.